തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ കൂട്ടത്തോടെ ചത്തതിന് കാരണം തെരുവുനായ ആക്രമണമല്ലെന്ന റിപ്പോർട്ട് ക്യാപ്ചർ മയോപ്പതി എന്ന പ്രത്യേക അവസ്ഥയാണ് മാനുകളുടെ മരണത്തിന് ഇടയാക്കിയതെന്നും ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നുമാണ് വനംവകുപ്പിന്റെ വിശദീകരണം. സുവോളജിക്കൽ പാർക്കിലെ സുരക്ഷാ വീഴ്ചകൾ കണ്ടെത്തുന്നതിനായി വിദഗ്ധ പരിശോധന നടത്തുമെന്നും ഉന്നതതല ഉദ്യോഗസ്ഥർ ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുമൂലം സ്ഥിരം ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റാതിരുന്ന മാനുകളെ കഴിഞ്ഞ 3 ദിവസത്തിലേറെയായി സഫാരി പാർക്കിനുള്ളിൽ തന്നെയാണ് താമസിപ്പിച്ചിരുന്നത്. എന്നാൽ സഫാരി പാർക്കിനോട് ചേർന്ന സംരക്ഷണ ഭിത്തിയുടെ വിടവിലൂടെ കഴിഞ്ഞ ദിവസം പുലർച്ചെ തെരുവുനായ മാനുകളുടെ അടുത്തെത്തി. 3 മാനുകളെ നായ ആക്രമിച്ചതോടെ ബാക്കിയുള്ളവയും ഭയപ്പെട്ടു. ഭയം മൂലം വിളറിപ്പൂണ്ടും ശ്വാസതടസ്സം അനുഭവപ്പെട്ടുമാണ് സഫാരി പാർക്കിലുണ്ടായിരുന്ന 10 മാനുകൾ കൂടി ചത്തത്. ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഇക്കാര്യം വ്യക്തമായത്. ഇത്തരമൊരവസ്ഥയിൽ ജീവികളും ജന്തുജാലങ്ങളും ചാകുന്നതിന് ക്യാപ്ചർ മയോപ്പതി എന്നാണ് ശാസ്ത്രീയമായി പറയുന്നതെന്നും ഡോക്ടർ പറഞ്ഞു. അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ നമ്മൾ കണ്ടെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പട്ടി കയറിയിട്ട് ഇത് ആനിമൽ പേടിച്ചിട്ട് അതിന്റെ ഒരു അക്യൂട്ട് ഷോക്കിന്റെ മുകളിലാണ് ഡെത്ത് ഉണ്ടായത്. ക്യാപ്ചർ മയോപ്പതി എന്ന് പറയും. സെപ്റ്റംബർ 28 ഉദ്ഘാടനം നടത്തിയ സുവോളജിക്കൽ പാർക്കിൽ ഇതുവരെ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായിട്ടില്ലെന്നും പ്രാഥമിക പരിശോധനയിൽ ജീവനക്കാരുടെയോ ഉദ്യോഗസ്ഥരുടെയോ ഭാഗത്തുനിന്ന് വീഴ്ചകൾ സംഭവിച്ചതായി കണ്ടെത്താനായില്ലെന്നും സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ ഡോക്ടർ BN നാഗരാജ് പറയുന്നു. നായകൾ ആക്രമിച്ചിട്ടുണ്ടോ ഈ മാനുകളെ? ചെറിയ ചതി കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതൊരു മരണകരമായിട്ട് കണ്ടിട്ടില്ല. നമുക്ക് നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകളോ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കും. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് 3 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് നൽകാനാണ് വനമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ പ്രമോദ് ജി കൃഷ്ണൻ, വനം വിജിലൻസ് മേധാവി ജോർജി P. മാധച്ചൻ, ഡോക്ടർ അരുൺ സക്രിയ തുടങ്ങിയ വിദഗ്ധ സംഘം നടത്തുന്ന അന്വേഷണം പൂർത്തീകരിച്ച് 2 ആഴ്ചയ്ക്കകം മന്ത്രിക്ക് അന്തിമ റിപ്പോർട്ട് നൽകും. അതേസമയം സുവോളജിക്കൽ പാർക്കിൽ സംഭവിച്ചത് ഗുരുതര സുരക്ഷാ വീഴ്ചയാണെന്ന ആരോപണമാണ് കോൺഗ്രസും BJPയും നടത്തുന്നത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് സുവോളജിക്കൽ പാർക്കിന് മുന്നിലേക്ക് BJP ഇന്ന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് മലയാളം, തൃശൂർ.